ഹലോ ഗായ്സ്, ഐ എം ലിജോ ജോർജ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനകത്ത് തീൻ മേശയുടെ ഒരു റീൽ കണ്ടു. കണ്ട ഗുണം കഴിച്ചാൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് നേരെ ലൂട്ടനിലുള്ള തീൻ മേശയിലേക്ക് വന്നേക്കാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത് തീൻ മേശയിലെ ഫുഡ് വീഡിയോയിൽ കണ്ടതുപോലെ നല്ലതാണോ എന്നുള്ളതാണ്. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺ. നോക്കാം. കുറേ കാലമായല്ലേ കണ്ടിട്ട്. ഇതെന്താ കഴിക്കുന്നത്? ഞങ്ങളവിടെ ബോംബെ മുട്ടായിരുന്നല്ലേ, വേറെ ഉണ്ടോ? എന്തോ മെനു നോക്കാം. ഓർഡർ എടുക്കാമെന്ന് ബീൻസ് ചേച്ചി ആകെ ഞെട്ടിപ്പോയി. ആൻസൺ ചേട്ടൻ പറഞ്ഞു മട്ടൻ ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി വേണം, പൊറോട്ട വേണം, ബീഫ് വേണം, പിന്നെ ഞാൻ പറഞ്ഞു ചട്ടി പൊറോട്ട വേണം. എല്ലാം കൂടെ ആയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയി. എങ്കിലും നല്ല വൃത്തിക്ക് ബീൻസ് ചേച്ചി ഓർഡറൊക്കെ എടുത്തു. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിലായിരുന്നു ബീൻസ് ചേച്ചി ഓർഡർ എടുപ്പ്. എല്ലാത്തിനും തുടക്കമായിട്ട് ആദ്യം ഒരു ശർബത്ത് കൊണ്ട് മുന്നിൽ വെച്ചു. ഇതിൻ്റെ പേര് ഞാൻ തൊട്ടടുത്ത ക്ലിപ്പ് ഞാൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ എന്തോ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടല്ലേ. എന്തുള്ളത്? നറവണ്ടി ശർബത്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊറോട്ടയൊക്കെ വന്നു. പൊറോട്ട വിചാരിച്ച അത്രയും സോഫ്റ്റ് അല്ല, എങ്കിലും നല്ല ടേസ്റ്റുള്ള പൊറോട്ടയായിരുന്നു. അതിനുശേഷം വന്ന സാധനമാണ് ഈ പള്ളിക്കറി. എന്തോ ലാസ്റ്റ് പറയാം. എങ്ങനെയുണ്ട് സോയ ഫുഡ്? എങ്ങനെയുണ്ട്? ഇതാണ് ഗൈസ് ചട്ടി പൊറോട്ട. ചട്ടി പൊറോട്ട തന്നെ അല്ല, എന്താ ചട്ടി പൊറോട്ട. ദൈവമേ, ഓ മൈ ഗോഡ്. ഇതിനകത്ത് മുട്ടയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, പൊറോട്ടയുണ്ട്. നല്ല ബൂസ്റ്റും ചായയും. ഓക്കെ, താങ്ക് യു. നല്ല കൂത്തിരിക്കല്ലേ, നല്ല സൂപ്പറോടെ കുതിർന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇത് എല്ലാം കുഴഞ്ഞു കിടക്കാണ്, നല്ല സൂപ്പറാണ് ശരിക്കും. ഈ ഇറച്ചിക്കറിയും ബീഫ് കറിയും എല്ലാം കൂടെ ഈ പൊറോട്ടയ്ക്കകത്ത് കുതിർന്ന് കിടക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും സാഹചര്യം കിട്ടുവാണെങ്കിൽ വന്ന് കഴിച്ചു നോക്കുക. ഓക്കെ, സൂപ്പർ സാധനം. ഒരു ചട്ടി പൊറോട്ട മൊത്തത്തിൽ ഒരാളെ തിന്നത്തില്ല കേട്ടോ, ഭയങ്കര ഹെവിയാണ്, സൂപ്പറാണ്. ഞാൻ വാളും പരിചയം ചിക്കനടങ്ങി കഴിച്ചു. നല്ല സൂപ്പർ ചായയാണ്. അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ച് നല്ലതായിട്ടൊന്ന് വിശ്രമിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഉണ്ടായിരുന്ന ചട്ടിയൊക്കെ ഒന്ന് പൊക്കി അതിനെപ്പറ്റി രണ്ട് അഭിപ്രായമൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. അവസാനം ഇവിടുത്തെ ഷെഫിനെ ഒന്ന് കാണാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇദ്ദേഹമാണ് തീൻ മേശയിലെ നമ്മൾ കഴിച്ച അതിമനോഹരമായ ആഹാരത്തിന് ഇദ്ദേഹത്തിന് സൃഷ്ടിയാണ്. ഓക്കെ, ഈ ഡിഷുകളെ താങ്കൾ എന്തെങ്കിലും തീരുമാനിച്ചാണ് ഇവിടുത്തെ കുറച്ച് ഡിഷുകൾ? നമ്മളിപ്പോൾ കഴിച്ച ഈ ചട്ടി പൊറോട്ട ഒക്കെ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ.
അത് ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഈ പള്ളിക്കറിക്ക് എന്തുള്ള ശരിക്കും? പള്ളിക്കറി കുരുമുളകിലുണ്ടാക്കിട്ട കുരുമുളക്. ഞങ്ങള് ആറന്മുള ഭാഗത്തൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതില്ല, ഇവിടെ കോഴിക്കോട് മലപ്പുറം. നല്ല അപ്പൊ ഓക്കെ കേട്ടോ, പരിചയപ്പെട്ടത് സന്തോഷം കേട്ടോ. അപ്പം നല്ല പള്ളിക്കറിയും അതുപോലെ ചട്ടിപ്പൊറോട്ടൊക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക. ഈ തീന്മേശ നടത്തുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നാണ്. ഇതാണ് വൈഫ്. എന്തുവായാലും നല്ല സൂപ്പർ സംരംഭമാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ പറയാനുള്ളത്, നമ്മുടെ തീന്മേശ ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതുവേ ഇവിടെ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ സൈഡുകളിൽ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് ആ മുന്നോട്ടോട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തേക്കുന്നത് ഈ തീന്മേശ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.